ഹലോ ഫ്രണ്ട്സ്, മഴക്കാലമായതുകൊണ്ട് ഇപ്പോൾ എലിശല്യം ഭയങ്കര രൂക്ഷമാണ്. അപ്പോൾ ഫുഡൊക്കെ തേടി പെരക്കകത്തോട്ടൊക്കെ അതിൻ്റെ വാസസ്ഥലമാക്കിയിട്ടുണ്ട്. അപ്പോൾ പപ്പടം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എലിയെ തുരുത്തി ഓടിക്കാം. വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് എല്ലാം എന്നത്തേക്കുമായിട്ട് തുരുത്തി ഓടിക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുതേ. ആദ്യത്തേത് അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് സവാള, ശകലം ക്യാരറ്റ്, അതുപോലെ ബീൻസ്, ഒരു പച്ചമുളക്, കറിവേപ്പില ഒക്കെ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഗ്യാസിലോട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായി ചൂടായി ഒന്ന് വരണം. നന്നായി ഒന്ന് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അതുപോലെ അതിലേക്ക് ഒരു ശകലം സവാള അരിഞ്ഞത് ആണ് അതിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നത്. ഒരു ശകലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് മൂത്ത് വരണം. ഒന്ന് കടുക് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ സമയത്ത് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുക. അതാണ് ഒന്നുകൂടെ നല്ലത്. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളി ഒന്ന് മൂത്ത് വരണം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം അവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ഇതിൽ ചേർത്ത് എടുക്കാവുന്നതാണ്. ഒരു സ്പൂൺ വെച്ച് എല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ 1 മിനിറ്റ് എല്ലാം നന്നായി ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് പിന്നീട് അതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി വേറെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇവിടെ ഇത് രണ്ടുമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നീട് അതിലേക്ക് 1 കപ്പ് വെള്ളമോടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നു. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുട്ടാണ്. അപ്പോൾ രാവിലെ ഒരു പുട്ട് ഞാൻ കൂടുതൽ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ആ പുട്ട് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 മണിക്ക് എനിക്ക് കാപ്പിയുടെ കൂടെ ഉണ്ടാക്കി കഴിക്കാനായിട്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുഡ് അധികം വന്നാൽ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം. അതുപോലെ കുട്ടികൾക്ക് 4 മണിക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു സ്നാക്ക് തന്നെയാണിത്. അതേപോലെ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിനകത്ത് വെജിറ്റബിളിൻ്റെയും പ്രോട്ടീനും ഒക്കെ അളവ് കൂട്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ്, അതായത് ഫുഡിൻ്റെ അളവ് വളരെ കുറച്ച് എടുക്കാവൂ. അപ്പോഴും നമ്മൾ എടുത്തിരിക്കുന്ന ആ ഫുഡാണെങ്കിലും ഒന്ന് പൊടിച്ച് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചിടുന്നുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇതുവരെയും അത് ഡ്രൈ ഒന്നും ആയിട്ടില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പൊടിച്ച് ഇതുപോലെ ഒന്ന് എടുക്കാം. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾ വേവാൻ വെച്ചത് അതൊന്ന് വെള്ളമൊക്കെ തിളച്ച് ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ തിളച്ച് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് എടുത്തു. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ആ ഗ്യാസ് ഒന്ന് സിമ്മയിലോട്ട് ആക്കിയിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പുട്ടൊന്ന് അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം പുട്ട് നമ്മൾ പൊടിച്ച് വെച്ച പുട്ട് അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് തന്നെ എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് മിക്സാക്കി എടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് എല്ലാം ഒന്ന് ഒതുക്കി ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അങ്ങനെ ഒരു 3-4 മിനിറ്റ് അത് നന്നായിട്ടൊന്ന് ആവി കയറണം. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഒന്ന് വെന്ത് വരും. നമ്മളതിൽ ചേർത്ത് കൊടുത്ത മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ ഉപ്പ്, അതെല്ലാം നന്നായിട്ട് ആ പുട്ടുപൊടിയിലൊന്ന് മിക്സായി യോജിച്ച് വരും. ഇപ്പോൾ നമുക്ക് ഇതിൽ മസാലയൊക്കെ വേറെ ആ മസാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ ചിക്കൻ പീസ് ചെറുതായിട്ട് അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ കൂടുതൽ വെജിറ്റബിളും പ്രോട്ടീനും കൂടുതൽ ഉൾപ്പെടുത്തിയിട്ട് പുട്ടിൻ്റെ അളവ് കുറയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ ചിലരൊക്കെ ആണെങ്കിൽ രാവിലെ ഉണ്ടാക്കുന്ന പുട്ട് വൈകിട്ടത്തേനും എടുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കും. അങ്ങനെ ഉള്ള സമയത്ത് നമുക്ക് ഇതുപോലെ നല്ല ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി ഒന്ന് എടുത്തിട്ട് ഇപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്.
അധികം വന്ന പുട്ട് നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. അതുപോലെ തന്നെ പുട്ട് ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും വളരെ ഇഷ്ടപ്പെടും. ഇതിനകത്ത് നമുക്ക് വെജിറ്റബിൾ എന്തൊക്കെ വേണോ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ എരിവ് കൂടുതൽ വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മസാലപ്പൊടികളൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ പുട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ പുട്ട് അധികം വന്നാൽ എന്താ ചെയ്യുന്നതെന്നുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അടുത്ത രണ്ടാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഡേറ്റ് കഴിഞ്ഞ പാരസെറ്റമോളാണ്. അപ്പോൾ ആ പാരസെറ്റമോൾ 2 എണ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ 2 പാരസെറ്റമോൾ എടുത്തത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരു പേപ്പറിലോട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമുക്കതൊരു കണ്ടെയ്നറിലോട്ട് ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഹാർപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ മൈദപ്പൊടിയും ഹാർപ്പിക്കും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിൽ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ ഹാർപ്പിക്കൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൈ കൊണ്ടൊക്കെ കുഴയ്ക്കുന്നതിനെക്കാട്ടി നല്ല ഒരു സ്പൂണൊക്കെ ഉപയോഗിച്ച് കുഴയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കൈയൊക്കെ ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. അപ്പോൾ ശർക്കര എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എരികളെയൊക്കെ ആകർഷിക്കാനായിട്ട് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മൈദയും ശർക്കരയുമാണ്. എന്നിട്ട് നന്നായിട്ട് ഇപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളയാക്കി ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പപ്പടം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കുറേ നാളായിട്ടായി. അതുകൊണ്ട് ഹാർഡായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മൾ ആ കുഴച്ച് വെച്ചിരിക്കുന്ന പപ്പടം ഒന്ന് അതിലോട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ എടുത്തിരിക്കുന്ന പപ്പടത്തിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൂട്ടാണേലും ഒന്ന് ഇതുപോലൊന്ന് തൂത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതുപോലൊന്ന് തൂത്ത് കൊടുക്കാം. എലികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒന്നാണ് പപ്പടം. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് ഇത് വന്ന് കഴിക്കുകയും നമ്മൾ ഇതിനകത്ത് ഹാർപ്പിക്കും പാരസെറ്റമോളൊക്കെ ചേർത്ത് കൊടുത്താണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് എലികൾക്ക് വയറ്റിൽ ചെല്ലുന്ന സമയത്ത് ഒരു പരവേശം എടുക്കും. അങ്ങനെ ആ പരവേശം എടുത്തിട്ട് എലികൾ ആ സ്ഥലത്തു നിന്ന് തന്നെ ഓടിപ്പോവും. പിന്നെ ആ സ്ഥലത്തിലേക്ക് വരാൻ തന്നെ അത് മടിക്കും. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പപ്പടത്തിലെല്ലാം ആ കൂട്ട് ഒന്ന് മിക്സാക്കി ഇതുപോലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എലിശല്യമുള്ള സ്ഥലങ്ങളിലായിട്ട് ഇത് കൊണ്ടുവെക്കാവുന്നതാണ്. നമ്മൾ പല രീതിയിൽ എലികളെ ഓടിക്കാനുള്ള ഇതുപോലുള്ള ഹോം റെമഡീസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയെന്നുള്ള കാര്യം നിങ്ങളിന്ന് പറയണേ. ഇനി അടുത്തത് രണ്ടാമത്തെ ഒരു രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പപ്പടം പൊള്ളിച്ചൊന്നും എടുക്കാതെ ആ പച്ച പപ്പടത്തിലാണ് അത് വരട്ടി കൊടുത്തിട്ട് വെച്ചത്. ഇനി രണ്ടാമത് പപ്പടം പൊള്ളിച്ചെടുത്തിട്ട് ആ പപ്പടത്തെ കുറച്ച് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ച ആ മിക്സിലോട്ടൊന്ന് പൊടിച്ചൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ പൊടിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വറുത്തെടുത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ആ പപ്പടമാണെങ്കിൽ നന്നായിട്ടൊന്ന് പൊടിച്ച് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് അത് ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു പേപ്പറാണ്. ആ പേപ്പറിലോട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എലിശല്യമുള്ള സ്ഥലങ്ങളിൽ ഇത് കൊണ്ടുവെക്കാം. അല്ലെങ്കിൽ നമുക്ക് ചിരട്ടയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കളയാനായിട്ട് വെച്ചിരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ അതിലാണെങ്കിൽ ഇത് തൂത്തുനിന്ന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ചിരട്ടയിൽ തേങ്ങയുടെയൊക്കെ സ്മെല്ല് അടിച്ചിട്ടാണെങ്കിൽ പോലും ആ എലികളുടെ വന്ന് കഴിക്കുകയും അങ്ങനെ എലികൾ ആ സ്ഥലത്ത് തന്നെ ഓടിപ്പോകുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഡിസ്പോസിബിൾ ആയിട്ടുള്ള പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടാണെങ്കിലും നമുക്ക് എലിശല്യങ്ങളെടുത്ത് കൊണ്ടുവെക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഇപ്പോൾ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്ന് കഴിച്ചിട്ട് എലി ആ സ്ഥലത്ത് തന്നെ ഓടിപ്പോകും. ഇതുപോലെ തന്നെ ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് എലിശല്യമുള്ള സ്ഥലത്ത് ഇത് കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ ഇത് എലി വന്ന് കഴിച്ചിട്ട് ആ സ്ഥലത്ത് തന്നെ ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് അതുപോലെ തന്നെ വിറകൊക്കെ വെക്കുന്ന സ്ഥലങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ വിറകൊക്കെ കത്തിക്കുന്നവരാണെങ്കിൽ വിറകൊക്കെ അടുക്കി വെച്ച് ആ സ്ഥലങ്ങളിലൊക്കെ എലിയുടെ ശല്യം രൂക്ഷമായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമുക്കിത് കൊണ്ടുവെക്കാവുന്നതാണ്. അതേപോലെ
വെളിയിൽ ഒക്കെ നമുക്കിത് കൊണ്ടുവെക്കാം. വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്കിത് കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ എലിശല്യമൊക്കെ രൂക്ഷമായിട്ടുള്ള സ്ഥലമൊക്കെ നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, എലിയുടെ ശല്യമൊക്കെ ഉള്ള സ്ഥലങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ ഇത് കൊണ്ടുവെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓണത്തിൻ്റെ വിളവെടുപ്പൊക്കെ നടക്കുന്ന സമയം കൂടിയാണല്ലോ. ഇങ്ങനെയുള്ള ഹാർവെസ്റ്റിംഗ് ടൈമിലാണെങ്കിൽ എലിശല്യമൊക്കെ രൂക്ഷമായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനൊന്നും മറന്നു പോകരുതേ. അതുപോലെ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോടെ എന്നെ വിളിച്ച് നോക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നതും വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.